ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കുക്കർ മത്തിയാണ് കേട്ടോ. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. മത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ളൊരു മീനാണ്. അതുകൊണ്ട് തന്നെ അത് ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ലതല്ലേ. നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഓയിലൊക്കെ കുടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മത്തി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മത്തിയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അതൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ കുക്കർ മത്തി ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കുക്കർ മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പുരട്ടി മാറ്റി വെക്കാം. ഇത് നമ്മൾ എത്രത്തോളം നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. മീൻ ക്ലീൻ ചെയ്ത സമയത്ത് തന്നെ നമുക്കിതൊക്കെ റെഡിയാക്കി വെക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ വേണം. അപ്പോൾ അത് തൊലി കളഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മസാലയൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 6 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കിട്ടാത്തവർ വിഷമിക്കൊന്നും വേണ്ട. ഞാനിവിടെ പച്ചക്കുരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ ഉണങ്ങിയ കുരുമുളക് ചേർത്താലും മതി. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മീനിലേക്ക് ഇതും കൂടെ ചേർത്തിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ പച്ചക്കുരുമുളകാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം 1/2 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് 1/2 മണിക്കൂറാണ് കേട്ടോ. 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു കിട്ടും. മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഇതൊരു പ്രഷർ കുക്കറിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 6 മാത്രമേ ഉള്ളല്ലോ, 1/2 കിലോ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ അടിഭാഗത്ത് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ അത് മുകളിൽ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി കൂടെ ചേർത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി മീൻ ഫ്രൈ ചെയ്തതൊന്നും ആരും കഴിക്കില്ല, അത്രയും ടേസ്റ്റാണ്. ഇത് നമുക്കിതിൻ്റെ ആ ഒരു ചാറ് കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.